എവിടെ പോണ്? പൂച്ചനെ എടുക്കാനും പൂച്ചനെ എടുത്തിട്ട് റസ് വെച്ച കൊട്ടയില. കൊട്ട എവിടെ? കൊട്ട എടുത്തില്ല. കൊട്ട എടുത്തിട്ട് വാ. ഇത് റസ് വെച്ച കൊട്ട എടുത്താ അത് കളഞ്ഞിട്ട് കൊട്ടാക്കി പൂച്ചനെ തൽക്കാലം നമുക്ക് കൊട്ടയിൽ ഈ സാധനങ്ങളൊക്കെ ആക്കാം ഗൈസ്. തുണി ഉള്ളിലൊരു തുണിയൊക്കെ എടുക്കണം പുറത്ത്. ഈ തുണിയുടെ ഉള്ളിൽ വെച്ചിട്ട് പൂച്ചനെ കൊണ്ടുവരും കേട്ടോ. അപ്പം നമുക്ക് കൊട്ടമേലൊന്നും ആവും ചെയ്യില്ല. നല്ല തുണി പൂച്ചനെ മേടിച്ചിട്ട് വരെ ഗൈസ്. കൊട്ടയും കുത്തി സെറ്റപ്പാകട്ടെ. എന്തൊരു സൗണ്ടിനൊരു വ്യത്യാസം. വണ്ടിമ്മ പോകുമ്പോൾ സൺ കിസ് അടിച്ചിട്ടൊക്കെ ഉണ്ട് പോകണം. പിന്നെ വൈകുന്നേരത്തെ വെയിലായതുകൊണ്ട് അത്ര വിഷയമില്ല. പിന്നെ ഈ പോണത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഇബ്രു പോയിൻ്റെ ശേഷം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പിന്നെ മോളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഏറെ പോണത്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൂച്ച ആദ്യമേ ഇരിച്ചിട്ടുണ്ടായിരുന്നു. തൊപ്പ പൂച്ച ചെറിയ കുട്ടികളായതുകൊണ്ട് അധികം തൊപ്പ വന്നിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. ഫുഡൊക്കെ കൊടുത്ത റെഡി ആയിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പൂച്ച എടുക്കാൻ പോകണം. താത്തമാരെ വീട്ടിൽ തൊട്ടെടുക്കാണ്ട് പൂച്ച അപ്പം പറഞ്ഞിട്ട് പോകുമ്പോൾ റോഡൊക്കെ ആകെ പഴഞ്ചനായിരിക്കണം. ഗൈസ് കുഴപ്പമായിരിക്കും. ഡ്രൈവ് വേണം. കൊന്നുകളിലൊക്കെ ചാടിയിട്ടൊക്കെ വന്നത്. എനിക്ക് മൊത്തത്തിൽ കല്ലുള്ളതുകൊണ്ട് അധികം കുഴിലൊന്നും ചാടിയിരുന്നത് ഓപ്ഷനല്ലേ നടക്കട്ടെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് താത്തമാരുടെ വീട്ടിൽ. ഇതാണ് ഞങ്ങൾ താത്തമാരുടെ പിന്നെ നമ്മൾ കൊട്ടൻ കിടക്കില്ല. കൊട്ട മാത്രം എടുത്തിട്ട് നമ്മളിത് പോവുകയാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാലാണ് കേട്ടോ ഇതാ വീട്. ആ ഒരു ഓട് വിട്ട വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലണ കാത്തിട്ട് അവർ നിൽക്കുന്നു. എനിക്ക് ആദ്യം രാവിലെ തന്നെ വിളിച്ചിരിക്കണം പൂച്ചനെ കൊണ്ടുപോയിണ്ടാന്ന് ചോദിച്ചിട്ട്. ഞാൻ ആദ്യം ചെന്നപ്പോൾ 2 ആഴ്ച കഴിയട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിളിച്ച്. അപ്പോൾ അത് പെട്ടെന്ന് വന്നതാണ് കേട്ടോ പൂച്ചനെ എടുക്കാൻ. അപ്പോൾ അതാണ് വീട്. ഇവിടെ കുറേ പൂച്ചകളും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല നല്ല പൂച്ചകളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൂച്ചനെ മേടിച്ചിട്ടുണ്ട്. 2 പൂച്ച എടുത്തിട്ടുണ്ട്. ഒന്നേ ചോദിച്ചു, പക്ഷേ 2 എണ്ണം തന്നിട്ട് എനിക്ക്. അപ്പോൾ 2 പൂച്ചനെ മേടിച്ചു. ഞാനപ്പോൾ കൊട്ടയിലാക്കിയിട്ട് വരാൻ കഴിയും. അങ്ങനെ നമ്മൾ കുറച്ച് കൊഞ്ചിട്ടിപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുകയായിട്ട് 2 ആളും പാവങ്ങൾ. ഓരോ തലനെ വിട്ടിട്ട് നമ്മളെടുത്തേക്ക് വരുന്നത്. അതിൻ്റെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. വീട്ടിലേക്ക് ഒന്ന് പോകേണ്ടത് പൂച്ചക്കുട്ടി നമുക്ക് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് തത്തമ്മയുടെ വീട്ടിൽ പോയിട്ട് അതൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ കണ്ടപാട് ഞാൻ അമ്മക്ക് പൂച്ചനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 പൂച്ചനെന്ന് വെച്ചിട്ട്. അപ്പോൾ 30 തൊപ്പയില്ലല്ലോ. തൊപ്പ വരണ്ടേ ഫുഡ് കഴിച്ചാൽ.